സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചർച്ച ഇന്ന് വൈകിട്ട്. ചർച്ചയെ പ്രതീക്ഷയോടെ കാണുകയാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കുന്നില്ല. കടമെടുപ്പ് പരിധിയിലെ നിയന്ത്രണം സാമ്പത്തിക പ്രതിസന്ധി കാരണമാകുന്നുവെന്ന കേരളത്തിന്റെ ഹർജിയാണ് സമവായ ചർച്ചയ്ക്ക് വാതിൽ തുറന്നത്. PF അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാത്ത തരത്തിലേക്ക് സാമ്പത്തിക പ്രതിസന്ധി നീങ്ങുകയാണെന്നും തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നുമാണ് കേരളത്തിന്റെ വാദം. സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നും കേരളം ആവശ്യപ്പെടും. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘം കേന്ദ്രവുമായി ചർച്ച നടത്തും. പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. നിർമ്മലാ സീതാരാമൻ ഇല്ലെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ചർച്ച നടത്തുന്നത് എന്നും ധനമന്ത്രി. ഇഷ്യൂ എങ്ങനെയാണ് എന്നുള്ളത് ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു ഇളവല്ല. ഓരോ സംസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ റവന്യൂ വർദ്ധിക്കണം, കൂടുതൽ വികസനം ഉണ്ടാകണം, അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ തൊഴിലവസരം ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ടുള്ള മൂലധനം വേണം, അതിനു വേണ്ടിയിട്ടുള്ള പണം വേണം, അതിന് പലതരത്തിലുള്ള ഭരണപരമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ചയാണ്. അതിനകത്ത് നിയമത്തിൻ്റെ പരിധിയിൽ ഭരണഘടനയെ പരിധി നിൽക്കുന്ന ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നു. അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്പരം മനസ്സിലാക്കിയൊരു ചർച്ചയാണ്. കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമായതാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. കേരളത്തിന് ഇളവ് അനുവദിച്ചാൽ മറ്റു പ്രതിപക്ഷ സംസ്ഥാനങ്ങളും ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമോ എന്ന കേന്ദ്രത്തിന് ആശങ്കയുണ്ട്. അതിനാൽ ചർച്ചകളിൽ എത്രത്തോളം ഇളവ് അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാകും എന്ന് കണ്ടറിയണം. കേരളത്തിന്റെ ഹർജി സുപ്രീംകോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമ്പോൾ ചർച്ചയുടെ പുരോഗതി അറിയിക്കും. റിപ്പോർട്ടർ, ദില്ലി.